വിശ്വം കാക്കുന്ന വിശ്വനാഥൻ്റെ ചൈതന്യധാര ഒഴുകുന്ന എഴുമങ്ങാട് ശ്രീ ഇരട്ടിച്ചാർത്ത് മഹാദേവ സന്നിധി പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളാൽ ധന്യമാകാൻ ഒരുങ്ങുകയാണ്. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും തിരിനാളങ്ങൾ തെളിയിക്കുന്ന ഈ ശുഭവേളയിൽ നമ്മുടെ നാടിൻ്റെ രക്ഷകനായ മഹാദേവൻ്റെ പുനഃപ്രതിഷ്ഠയും ചൈതന്യമുണർത്തുന്ന ദ്രവ്യകലശാഭിഷേകവും ഭക്തിപുരസരം ആഘോഷിക്കുന്നു. ഞാൻ എഴുമങ്ങാട് പുഷ്പത്ത് നീലാണ്ടൻ നമ്പീശൻ. എൻ്റെ അനിയൻ രാമൻ നമ്പീശനാണ് ഇപ്പോൾ ഇവിടെ ഘടകം ചെയ്യണത്. എനിക്ക് വടക്കേ ദേവരെ പറ്റിയിട്ടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. എനിക്കിപ്പോൾ 76 വയസ്സായി. ഒരു 1906 ഞങ്ങളിവിടെ വന്നിട്ടുള്ളതായിട്ടുള്ള അറിവുള്ളത്. അതിനുള്ള രേഖയൊക്കെ അവിടെ കണ്ടു ഞാൻ. പിന്നെ ഈ വടക്കേ തേവരെന്ന് പറഞ്ഞാൽ അവിടെ പണ്ട് ശ്രീകോവിലുണ്ടായിരുന്നില്ല. അവിടെ വെറുതെ ഒരു കല്ല് മുളച്ച് നിൽക്കണ മാതിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പട്ടര്, അതായത് ആ പട്ടന്മാരുടെ ഈ ആറങ്ങോട്ടുകാരുള്ള അവർക്ക് വേരുള്ള ആൾക്കാരാണോ എന്നൊക്കെയറിയില്ല. കോഴിക്കോടുള്ള പട്ടരാണ്. അത് വന്നിട്ട് അയാളുടെ ചിലവിലാണ് ഇവിടെ ശ്രീകോവിൽ കെട്ടിയത്. ശ്രീകോവിൽ കെട്ടി മാത്രമല്ല, ഓരോ കൊല്ലവും എത്രയോ 40 രൂപയോ അങ്ങനെ എന്തോ ഒരു കണക്കിൽ അപ്പൻ്റെ അടുത്ത് കൊടുക്കാറുണ്ട്. അപ്പൻ അവിടെ പോയി കോഴിക്കോട് പോയി വാങ്ങിക്കലാണ് പതിവ്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ വടക്കേ തേവരുടെ കാര്യങ്ങൾക്ക് ഒക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ അതാണ്. പിന്നെ അമ്പലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ ഒരു കൊല്ലത്തിൽ 2 വാരം വീതം നടന്നിരുന്നു. വിശ്വനാഥൻ ഭ്രാന്തരിയായിരുന്നു ഇവിടുത്തെ കാര്യമായിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു മന്ത്രവാദി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിലാണ് വാരങ്ങളൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ സദ്യയൊക്കെ കൊടുത്തിരുന്നത് ബ്രാഹ്മണർക്കാണ്. അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ബ്രാഹ്മണർക്കാണ് സദ്യ കൊടുത്തിരുന്നത്. ഈ ആറങ്ങോട്ടുകാരെയുള്ള പട്ടന്മാർ മുഴുവൻ അതിന് വരാറുണ്ട്. വേറെ നമ്പൂതിരിമാരൊക്കെ അതിന് വരാറുണ്ട്. അങ്ങനെയുള്ള അറിവുകളൊക്കെയാണ് എനിക്കുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ നവീകരണ കലശം നടത്തുന്നത് എല്ലാവരും കൂടി ഇത് നടത്തുകയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കുന്നു. പുരോഹിതൈ യജ്ഞസ്യ ദേവമുഖ്യം ഓദാരം